ഹായ് ഫ്രണ്ട്സ്, ഡി ഡി വ്ളോഗ്സ് മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചന്തയിൽ പോയി ഇന്ന് കുറച്ച് മലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂര മീനാണ് കിട്ടിയത്. അപ്പോൾ അരിയും വൻപയറും അടുപ്പത്താക്കാം. വൻപയർ കൂമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ മീൻ നന്നായിട്ട് വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, മുരിങ്ങയ്ക്ക, മാങ്ങ, വടക്കംപുളി, ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം വറക്കാൻ ആവശ്യമായി മീൻ മാറ്റി വെച്ചിട്ടുണ്ടേ. അതിൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തേങ്ങ അരച്ചാണ് ഇന്ന് മീൻ കറി വെക്കുന്നത്. തേങ്ങയ്ക്കകത്ത് നന്നായിട്ട് കുറച്ച് ചുമന്നുള്ളി കൂടുതൽ അരച്ചിട്ടുണ്ടായി ഞാനിന്ന്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മഷി പോലെ അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മീൻ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാമേ. അപ്പോൾ ഇന്ന് ഒഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മാങ്ങയും സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കടു വറുത്ത് നമുക്ക് തോരൻ ആവശ്യമായ കൂമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തട്ടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുക്കാമേ. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കട്ടെ. ഇളക്കിയതിന് ശേഷം വൻപയർ നമുക്ക് ഇട്ട് കൊടുക്കാം. വൻപയറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിനാവശ്യമായ അരപ്പ് നമുക്ക് അരച്ചെടുക്കാമേ. അപ്പോൾ അരി വെന്തിട്ടുണ്ട്, അതും അടച്ചിട്ടിട്ടുണ്ട്. തേങ്ങയ്ക്കകത്ത് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അടി അടിച്ചാൽ മതിയേ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ മാങ്ങാക്കറി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തേങ്ങയിൽ ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം എല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തൈരും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് ആവശ്യമായ കടു വറക്കണം. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടു വറുത്തിടാം. അപ്പോൾ മീൻ വറക്കാനുള്ള ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ മീൻ പറക്കി ഇട്ട് കൊടുക്കാമേ. നമുക്ക് മീൻ നന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഫോളോ ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാവരും ഇടണേ. എല്ലാവരും ചാനൽ കാണണം. പുതിയ ചാനലാണ്, ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, എൻ്റെ സൗണ്ട് പോലും ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരുകയും വേണം. അപ്പോൾ മീൻ വറുത്തതിനകത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും തിന്നാൻ വേണ്ടിയിട്ട്. മീൻ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. ഒരുപാട് മുരിയണ്ട വെളുത്തുള്ളി, അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടും. അപ്പോൾ കടു വറുത്ത് നമുക്ക് മോരിനകത്ത് ഒഴിക്കാം, മാങ്ങാക്കറിയിൽ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് കലക്കി നല്ല മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ ചോറ് എല്ലാവർക്കും ഇഷ്ടം, ഇന്നത്തെ കറികളും എല്ലാം